അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 26/11/2025 ഇന്ന് അനലിസ്റ്റിന്റെ പരീക്ഷ കഴിഞ്ഞല്ലേ. അതിനു വേണ്ടിയിട്ട് പരീക്ഷ എഴുതിയ ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. പരീക്ഷ വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്, അതുപോലെ അതിൻ്റെ ശമ്പള സ്കെയില് എത്രയാണ്, വേക്കൻസികൾ എത്രയുണ്ട്, പിന്നെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വരാൻ സാധ്യത, ഇങ്ങനെയുള്ള ധാരാളം, അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് ഒരു വിശകലനം ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത് 9967 പേരാണ്. കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. അതിൽ 60% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതിയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്ത് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 22,200-ഉം 48,000-ഉമാണ് ഇതിൻ്റെ ശമ്പള സ്കെയില് വരുന്നത്. നിലവിലെ ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ലിസ്റ്റിലെ പരമാവധി 3 വർഷമാണ് ലിസ്റ്റിൻ്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത്. നിലവിലെ ഒരു വേക്കൻസിയാണ് ഉള്ളതെങ്കിൽ പോലും മുൻപോട്ട് വരുന്ന വേക്കൻസികളൊക്കെ തന്നെ പ്രസ്തുത ലിസ്റ്റിൽ നിന്ന് ആഡ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം മീഡിയം ലെവലുള്ള ഒരു പരീക്ഷയായിട്ടാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അതിനെ കണ്ടത്. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചിലർ അത് വളരെ പ്രയാസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിലും പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഒരു മീഡിയം ലെവലുള്ള ഒരു പരീക്ഷയായിട്ട് തന്നെ വേണം കണക്കാക്കാൻ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ചോദിച്ചു കട്ട് ഓഫ് മാർക്ക് എത്രയുണ്ടാവും എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 55-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. അപ്പോൾ പ്രയാസമുള്ള മീഡിയം ലെവലിലും താഴെയായിരുന്നു എങ്കിൽ പോലും, പൊതുവെ മീഡിയം ലെവൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പല ഉദ്യോഗാർത്ഥികൾക്കും മീഡിയം ലെവലിൽ താഴെയായിട്ട് പ്രയാസമുള്ള പരീക്ഷയായിട്ട് പലരും അഭിപ്രായപ്പെട്ടു. അതുകൊണ്ടാണ് കട്ട് ഓഫ് മാർക്ക് ഒരു 55-നും 58-നൊക്കെ ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ PSCയെ സംബന്ധിച്ചിടത്തോളം നടപടികളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിച്ച് പൂർത്തിയാക്കുന്നതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾക്ക് ഒക്കെ തന്നെ തുടർന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഉടനെ ആരംഭിക്കുന്ന ആയതുകൊണ്ട് തന്നെ 120 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തങ്ങളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ തന്നെ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് PSC ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും PSC ആവശ്യപ്പെട്ടാൽ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നടത്തിയത്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് പൊതുവെയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം വരാനുള്ള സാധ്യതയുള്ള കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചാണ് നമ്മളൊരു വിലയിരുത്തൽ നടത്തിയത്. പരീക്ഷയെക്കുറിച്ച് പൊതുവായ ഒരു വിലയിരുത്തൽ അപ്പോൾ നമ്മൾ നടത്തി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.